ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നെയിംസ് ആൻഡ് നെയിംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ തൊട്ട് മുമ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് നോക്കാം. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. വെക്കേഷൻ ആയിട്ട് സ്കൂൾ ക്ലോസ് ചെയ്തു. കുഞ്ഞുചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഓങ്തോനെറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. കുഞ്ഞുചിരുത കേരളത്തിലോട്ട് പോന്നു, ഓങ്തോനെറ്റ് ഫ്രാൻസിലോട്ടും. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജ്. പക്ഷെ അവർ മെസ്സേജ് അയച്ചിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കില്ലേ സ്കൂൾ വെക്കേഷനൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്. ഇറ്റ് ഈസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അവരുടെ ചാറ്റാണ് തന്നിട്ടുള്ളത്. ഹായ് ഓങ്തോനെറ്റ്, ഹൗസ് എവറിത്തിങ് ഗോയിങ്. കുഞ്ഞുചിരി ചോദിക്കുകയാണ് എങ്ങനെ പോകുന്നു അവിടെയൊക്കെയാണ്. ഓങ്തോനെറ്റ് പറയുന്നു, ഹായ് ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു, ഹൗസ് കേരള. ഇവിടെ നന്നായിട്ട് പോണു, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടെ, നിനക്ക് എങ്ങനെ പോണു, എങ്ങനെയുണ്ട് കേരള? ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു ദോ. ഓ ഇവിടെ അടിപൊളിയായിട്ട് പോണു, ഒരുപാട് കോക്കനട്ട് ട്രീസ് ഉണ്ട്, ഞാൻ അമ്മയുടെ ദോശ. മിസ് യു, നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഓ മിസ് യു ടു. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മാം ടു സേ യുവർ നെയിം. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ അമ്മയെ നിന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു എന്ന്. ദാറ്റ്സ് അമേസിങ്, ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. ഓ അടിപൊളി, ഞാൻ എൻ്റെ അമ്മയെ നിന്റെ പേര് പറയാൻ വേണ്ടി പഠിപ്പിച്ചു. ഊഹു. വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂജേഴ്സി? എന്നാണ് നീ ന്യൂജേഴ്സിയിലേക്ക് പോകുന്നത്? ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു, ഡു യു മിസ് ന്യൂജേഴ്സി? ഞാൻ 2 ആഴ്ചയുടെ പോകും. എങ്ങനെ, നീ എന്നാണ് പോണത്? നിനക്ക് ന്യൂജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? I miss hanging out with friends like you and the school activities, also the ice cream and Prakash shop. Anyway, I will back in 2 weeks. ഞാനും ഫ്രണ്ട്സുകളുടെ കൂടെ പുറത്തു പോകുന്നതും നിൻ്റെ കൂടെ പുറത്തു പോകുന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കൂൾ ആക്ടിവിറ്റീസ് മിസ് ചെയ്യുന്നുണ്ട്. പ്രകാശ് അങ്കിളിൻ്റെ കടയിൽ ഐസ്ക്രീം മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ 2 ആഴ്ചയുള്ളിൽ തിരിച്ചു പോകും. ഡീൽ, കാൺ വെയിറ്റ്, സി യു സൂൺ. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് കാണാം. സി യു സൂൺ. ഇതാണ് ഈ കോൺവെർസേഷനിൽ പറയുന്നത്. നമുക്കുള്ള ആക്ടിവിറ്റി ഇതാക്കി എടുക്കണം. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം വീക്കെൻഡിൽ. അപ്പം നമ്മൾ ഒരു ചാറ്റ് നമ്മൾ റെഡിയാക്കണം. ഫസ്റ്റത്തെ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഹായ്, എന്താണ് ഈ വീക്കെൻഡിൽ നീ ചെയ്യുന്നത്? ഫ്രണ്ട് പറയണം, ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നിനക്ക് പുറത്ത് പോകണമെന്നുണ്ടോ? ബാക്കി നമ്മൾ എഴുതണം കേട്ടോ, വെരി സിമ്പിൾ അല്ലേ. നമുക്ക് നോക്കാം. ഫ്രണ്ട് നമ്മളോട് നിനക്ക് പുറത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ദാറ്റ് വുഡ് ബി ഫൺ. വെർ ഷാൾ വി ഗോ? ഓ അത് അടിപൊളിയാവും കേട്ടോ, നമ്മൾ എങ്ങടാ പോവുക? ഹൗ അബൌട്ട് ദ പാർക്ക്? നമുക്ക് പാർക്കിൽ പോയാലോ? ഗ്രേറ്റ് ഐഡിയ. വാട്ട് ടൈം ഷാൾ വി മീറ്റ്? നമ്മൾ എത്ര മണിക്ക് മീറ്റ് ചെയ്യും? ലെറ്റ്സ് മീറ്റ് അറ്റ് 4 o'clock ഇൻ ദ ഈവനിങ്. നമുക്ക് ഈവനിങ് 4 മണിക്ക് പോവാം. ഓക്കെ, സി യു അറ്റ് ദ പാർക്ക് അറ്റ് 4. എങ്കിൽ നമുക്ക് 4 മണിക്ക് പാർക്കിൽ വെച്ച് കാണാം. സി യു ദർ. കണ്ടോ, ഇത്ര സിമ്പിളാണ്. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഇമെയിൽ അയക്കാനാണ് കേട്ടോ. നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞുചിരിത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ഓങ്തോനെറ്റ്. വെക്കേഷൻ സമയത്ത് കുഞ്ഞുചിരിതയ്ക്ക് ഒരു മെയിൽ വന്നു. അവളുടെ ഫ്രണ്ട് ഓങ്തോനെറ്റ് അയച്ചതായിരുന്നു. അപ്പോൾ ആ മെയിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ മെയിലിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം കേട്ടോ. ആദ്യം ഫ്രം കൊടുക്കണം, ആരാണോ അയക്കുന്നത്. അപ്പോൾ ഓങ്തോനെറ്റ് അയക്കുന്നതുകൊണ്ടാണ് ഓങ്തോനെറ്റിൻ്റെ മെയിൽ ഐ ഡി അവിടെ കൊടുത്തിരിക്കുന്നത്. ടു, ആർക്കാണോ അയക്കുന്നത് അത് എഴുതാം. പിന്നെ നമുക്ക് ആദ്യം ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഡിയർ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്രീറ്റ് ചെയ്യില്ല നമ്മൾ, അങ്ങനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. അവസാനം ഒരു ലവ് വിത്ത് ലവ് എന്നൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ മെയിലൊന്ന് വായിച്ചു നോക്കാം. Dear Kunjichirida, I hope you are enjoying your vacation. I am back in Marseille. ഡിയർ കുഞ്ഞിച്ചിരുത, നിന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തിരിച്ചെത്തി, മാസൽസിൽ തിരിച്ചെത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. ഇവിടുത്തെ വെദർ അടിപൊളിയാണ്. ആൻഡ് ഐ വെൻറ്റ് പാഡിൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ പാഡിൽ ബോർഡിങ്ങിനൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ഞാൻ പല വട്ടം വീണു, പക്ഷെ എന്നാലും ഇത് അടിപൊളിയാണ് കേട്ടോ. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് നിനക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കുന്നുണ്ട്. ഹൗസ് കേരള? കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്.
എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിന്റെ അഡ്വഞ്ചറൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സേ ഹായ് ടു യുവർ മം ഫോർ മീ. നിന്റെ അമ്മോട് ഞാൻ ഹായ് പറഞ്ഞതായിട്ട് പറയണേ. ടേക്ക് കെയർ, ലവ്, ഓങ്ഡോനാറ്റ്. ഇതാണ് ഒരു മെയിൽ അയക്കുന്നതിൻ്റെ ഒരു ഫോം. ഇനി നമ്മളൊരു മെയിൽ അയക്കാനുണ്ട്. കുഞ്ഞിച്ചിരിത വാസ് ഡിലൈറ്റഡ്. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ മെയിൽ? കുഞ്ഞിച്ചിരിത അത് കേട്ടപ്പോൾ കുഞ്ഞിച്ചിരിത നല്ല സന്തോഷമായി. അവൾ റിപ്ലൈ അയക്കാൻ തുടങ്ങി. നമുക്ക് കുഞ്ഞിച്ചിരിതനെ ഒന്ന് ഈ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മെയിൽ അയക്കുമ്പോൾ ഫ്രം എന്നുള്ളിടത്ത് കുഞ്ഞിച്ചിരിതയുടെ മെയിൽ ഐ ഡിയാണ് വെക്കേണ്ടത്. കുഞ്ഞിച്ചിരിതയാണ് ഓന്തോണറ്റിന് അയക്കുന്നത്. ടു എന്നുള്ളിടത്ത് അവളുടെ മെയിൽ ഐ ഡി വെക്കുക. ഓന്തോണറ്റിന്റെ മെയിൽ ഐ ഡി വെക്കുക. ഡിയർ ഓന്തോണറ്റ്, I was excited to get your mail. It made me so happy to hear from you. നിന്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. എനിക്ക് ഒരുപാട് സന്തോഷമായി നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ. ഹിയർ ഇൻ കേരള എവറിത്തിങ് ഈസ് ഗോയിങ് ഗ്രേറ്റ്. ഇവിടെ കേരളത്തിൽ ഒക്കെ നന്നായിട്ട് പോണു. ഐ വെന്റ് ടു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ലാസ്റ്റ് വീക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ പ്ലേയിങ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ക്ലൈംബിംഗ് ട്രീസ്. ഞങ്ങൾ പാടത്തൊക്കെ നന്നായിട്ട് കളിച്ചു, മരത്തുമ്മേലൊക്കെ കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ദ ഫുഡ് വാസ് സോ ടേസ്റ്റി ടു. നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. ഐ സോ യുവർ ഫോട്ടോസ്. ഞാൻ നിന്റെ ഫോട്ടോസ് കണ്ടു. പാഡിൽ ബോർഡിങ് ലുക്സ് സോ എക്സൈറ്റിംഗ്. പാഡിൽ ബോർഡിങ് നല്ല അടിപൊളിയാണ്, നല്ല എക്സൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഐ വിഷ് ഐ കുഡ് ട്രൈ ഇറ്റ് സം ഡേ. എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരു ദിവസം അത് ട്രൈ ചെയ്യും. സേ ഹലോ ടു യുവർ ഫ്രണ്ട്സ് ഫ്രം മീ. നിന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഹലോ പറഞ്ഞതായിട്ട് പറയണം. ഐ മിസ് യു ടു ആൻഡ് കാൺ വെയിറ്റ് ടു മീറ്റ് യു അഗെയിൻ. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഐ വിൽ റൈറ്റ് മോർ സൂൺ. ടേക്ക് കെയർ, ലവ്, കുഞ്ഞിച്ചിരിത. ഇങ്ങനെയാണ് ഒരു മെയിൽ അയക്കേണ്ടത്. ഇത് നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 3. റീഡ് ദ സെന്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. In fact, nearly half of the students belong to immigrant families. There were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരിത was the only Indian. ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ക്ലാസ്സിലുള്ള പകുതി കുട്ടികളും ഇമിഗ്രന്റ് ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്, കുടിയേറി പാർത്തവരാണ്. അതിൽ കാനഡയിൽ നിന്ന് വരുന്നവർ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന എന്നൊക്കെ വരുന്ന കുട്ടികളുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുഞ്ഞിച്ചിരിത മാത്രമേ ഉള്ളൂ. ദ ടേം ഇന്ത്യൻ ഡിനോട്ട്സ് someone ഫ്രം ഇന്ത്യ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ആള്. There is a list of such words for people from different countries. കാനഡയിൽ നിന്ന് വരുന്നവരെ കനേഡിയൻ എന്ന് പറയും, ചൈന ചൈനീസ്, ഈജിപ്ത് ഈജിപ്ഷ്യൻ, ജപ്പാൻ ജാപ്പനീസ്, മെക്സിക്കോ മെക്സിക്കൻ എന്ന് പറയും. അങ്ങനെ ബാക്കി ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും UAEയും തന്നിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫ്രാൻസ്, ഫ്രഞ്ച്, സ്പെയിൻ, സ്പാനിഷ്, ജർമ്മനി, ജർമ്മൻ, ദ UAE, എമിറാത്തി. ഇങ്ങനെയാണ് കേട്ടോ വരിക. അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആഡ് ചെയ്തൂടെ? ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ, ഇറ്റലി, ഇറ്റാലിയൻ. അങ്ങനെ ഇനി നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. Activity 4. Let's have fun with words. കുഞ്ഞിച്ചിരിത ആൻഡ് ഓന്തോണറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരിതയും ഓന്തോണറ്റും ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. They picked words that started with each letter of their names. അവരുടെ പേരിലുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് ഓരോ വേർഡ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അവരെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് വേണം കണ്ടെത്താനായിട്ട്. ഫോർ എക്സാമ്പിൾ, K in കുഞ്ഞിച്ചിരിത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ്. ഇപ്പോൾ കുഞ്ഞിച്ചിരിതയിലുള്ള K ആണെങ്കിൽ കൈൻഡ്, ദയ, നല്ലതല്ലേ. ആൻഡ് A in ഓന്തോണറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അവരെ ഈ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. K കൈൻഡ്, U അണ്ടർസ്റ്റാൻഡിങ്, N നീറ്റ്, H ഹെൽപ്ഫുൾ, I ഇൻ്റലിജൻറ്റ്, C ക്യൂരിയസ്, H ഹാപ്പി, I ഇമാജിനറി, R respectful, U unique, T trust, H honest, A attractive. Antoinette, A active, N nice, T talented, O optimistic, I inspiring, N noble, E energetic, T thoughtful, T trust, E enthusiastic. അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് വേറെ വേർഡ്സ് അറിയെങ്കിൽ അത് ചേർക്കാട്ടോ. Now do the same for your name. ഇതുപോലെ നിങ്ങളുടെ പേര് വെച്ചിട്ട് ചെയ്യൂ. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് കേട്ടോ അത്.
See, here are some qualities describing the character of Kunnichirudha. Write a sentence about each of these qualities. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ക്വാളിറ്റീസ് പറഞ്ഞില്ലേ, കൈൻഡ്, അണ്ടർസ്റ്റാൻഡിങ്, നീറ്റ്, ഹെൽപ്ഫുൾ, ഇൻ്റലിജൻറ്റ്, അത് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് എഴുതുക. അപ്പോൾ കൈൻഡിൻ്റെ എക്സാമ്പിൾ നോക്കൂ. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. നീറ്റിന് എന്തെഴുതാം? ഷീ ഓൾവേസ് കീപ് ഹെർ ബുക്സ് ആൻഡ് തിങ്സ് നീറ്റ് ആൻഡ് ടൈഡി. ഹെൽപ്ഫുൾ, ഷീ ലവ്സ് ടു ഹെൽപ്പ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ്. Intelligent, Kunnichirudha is an intelligent girl who learns things quickly. Curious, she is curious to know about everything around her. Happy, Kunnichirudha is always happy and cheerful. D. Let's write a short description of Kunnichirudha using the qualities above. മുകളിൽ തന്നിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. സ്റ്റാർട്ടിംഗ് ഡേ ഇവിടെ തന്നിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് and helpful girl. Kunnichirudha is a kind and helpful girl. She always supports her friends and neighbors whenever they need help. She is very understanding both at home and school. Kunnichirudha keeps her things neat and tidy. She is intelligent and curious, always eager to learn new things. Her imaginative minds help her create beautiful stories and drawings. She is respectful to elders and teachers and is known for her unique talents. Everyone trusts Kunnichirudha because she is honest and always speaks the truth. Her happy and attractive nature makes her loved by all. Activity 5 നോക്കാം. Read the sentence taken from the story. A few days before the spring break, a girl named Antoinette took admission in Kunnichirudha's class. സ്റ്റോറിയിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. സ്പ്രിംഗ് ബ്രേക്കിന് തൊട്ട് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ്, ഓങ്തോണറ്റ് എന്ന പേരുള്ള ഒരു കുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. Imagine a new student from another country or state has just joined your school. How would you help her adjust to the new place and culture? You may use will, shall, can to frame sentences. ഇതുപോലെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, വേറൊരു കൺട്രിയിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. നമ്മൾ എങ്ങനെ ആ കുട്ടീനെ പുതിയ ഒരു പ്ലേസുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ കുട്ടിക്ക് ഇവിടെ ഒന്നും അറിയില്ലല്ലോ, നമ്മൾ വേണ്ടതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ വിൽ, ഷാൾ, ക്യാൻ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസസ് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളെ സ്കൂൾ മൊത്തം കാണിക്കും ആൻഡ് എൻ്റെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കും. I will explain the new subjects to her. I shall introduce her to our teachers. If she finds the local language difficult, I will teach her some basic words and phrases. We shall visit the school library together. I can also take her to the cafeteria and show her the best snacks. On weekend, we can explore some interesting places around the city. By doing all these, I will help her adjust to the new place and make new friends easily. Activity 6. Read the sentence from the story. But she had picked up English with an amazing speed. In this sentence, the pair picked and up together. Picked up means learned or acquired. സ്റ്റോറിയിലുള്ള ഒരു സെൻറ്റൻസ് ആണിതെന്ന് നിങ്ങൾക്ക് അറിയാം. അവൾ ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. അത് ലേൺഡ് എന്നുള്ള മീനിങ് ആണ് പിക്ഡ് അപ്പ് എന്ന് പറയുന്നത്. പിക്ക് ആൻഡ് അപ്പ് രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ് പിക്ഡ് അപ്പ് വരുന്നത്. അതിൻ്റെ മീനിങ് ലേൺഡ് ഓർ അക്വേർഡ് എന്നാണ്. പഠിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ അമേസിങ് സ്പീഡിൽ പഠിച്ചെടുത്തു എന്ന് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ടല്ലോ. A few such pairs of words are given below. Picked out the sentence that contain those expressions from the story. അതുപോലത്തെ 2 എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. കം അക്രോസ്, സ്വിച്ച്ഡ് ഓവർ. അത് വരുന്ന സെൻറ്റൻസ് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്താനാണ്. കം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക. കം അക്രോസ് വരുന്നത് അവൾ പറയുന്നുണ്ട്, കുറേ ഇന്ത്യൻസിനെ ഞാൻ സ്ട്രീറ്റിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. നെക്സ്റ്റ്, സ്വിച്ച്ഡ് ഓവർ. ടു ചേഞ്ച് ഫോർ വൺ തിങ് ടു അനദർ. മറ്റൊന്നിലേക്ക് മാറ്റുക. അതേതാ സെന്റൻസ്? പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം.
ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് പ്രകാശ് സംസാരം മാറ്റി. 6B. Read the conversation below and identify more such expression used. താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ വായിച്ചിട്ട് ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് കണ്ടെത്തി എഴുതുക. First, let's read it. Hi everyone, Ongdonet's birthday is coming up. Let's do something special. Yeah, we can pick up a nice gift for her. And we can take her out to eat at her favorite cafe. Great! I will fix a time for us to go. I will look for a good gift. What about a book? Good idea. We can check out the bookstore to find one she will like. We'll look up a book she doesn't have. Let's get a cake too. I can drop it off at her house. Perfect. We will ask her to come back to the cafe after school and we will surprise her. Okay, let's going. Keep the secret. എന്തൊക്കെയാണ്? കമ്മിങ് അപ്പ്, പിക്ക് അപ്പ്, ടേക്ക് ഔട്ട്, ഫിക്സ് അപ്പ് അല്ലെങ്കിൽ ഫിക്സ് എ ടൈം, ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്, ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഓഫ്, കം ബാക്ക്, ഗെറ്റ് ഗോയിങ്. Activity 7. It's the last activity in this chapter. In the class, the teacher asked everyone to say something special about their home country. Ben from Italy goes first. Let's listen to what he has to say about his country. ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരുടെ രാജ്യത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ കൺട്രീസിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ പറയാൻ പറഞ്ഞു. ഇറ്റലിയിൽ നിന്നുള്ള ബെന്നാണ് ആദ്യം പോയത്. അപ്പൊ നമുക്ക് നോക്കാം ബെന്നിന്റെ ഇറ്റലിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ബെൻ പറഞ്ഞത് എന്നുള്ളത്. ലിസൺ ഹിയർ. Dear friends, I am from Italy. It's a beautiful country. Its capital is Rome. The flag is really cool with 3 colors, green, white and red. Most people in Italy speak Italian. We make some of the best food ever, like pizza and pasta. കൂട്ടുകാരെ, ഞാൻ വരുന്നത് ഇറ്റലിയിൽ നിന്നാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതിൻ്റെ ക്യാപിറ്റൽ റോം ആണ്. ഞങ്ങളുടെ ഫ്ലാഗിന് 3 കളറുണ്ട്, ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. അവിടെയുള്ള ഒരുവിധം ആളുകളൊക്കെ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ആണ്. ഞങ്ങളാണ് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ലൈക്ക് പിസ്സ, പാസ്ത ഒക്കെ. Italy is also home to amazing places like Colosseum, the Leaning Tower of Pisa, and the canals of Venice. If you visit Italy, you might even spot animals like the Italian wolf and wild boar. The weather is nice too, with warm summers and cool winters. Italians love to celebrate holidays like Christmas, Easter, and carnivals, where we wear colorful masks and costumes. ഇവിടുത്തെ പ്രശസ്തമായ കാര്യങ്ങളാണ് കൊളോസിയം, അതുപോലെ പിസ ടവർ ഒക്കെ. ഇവിടെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ വോൾഫിനെയും വൈൽഡ് ബോറിനെയും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ വെതറൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വാം ആയിട്ടുള്ള സമ്മർ സീസണും കൂൾ ആയിട്ടുള്ള വിന്റർ സീസണും. അതുപോലെ ഇറ്റാലിയൻസിന് ക്രിസ്മസ്, ഈസ്റ്റർ, കാർണിവൽസ് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് അവരിതൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. Next, Ongdonet would like to say something about her country, France. Some basic facts about France are given. Can you help her make description and percentage? ഇനി പറയേണ്ടത് ഓങ്ദോനെറ്റ് ആണ്. ഓങ്ദോനെറ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവൾക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാൻ അവൾക്ക് പറയണ്ടേ, അതിന് വേണ്ടിയിട്ട്. കൺട്രി ഫ്രാൻസ്, ക്യാപിറ്റൽ പാരീസ് ആണ്, ഫ്ലാഗ് 3 കളേഴ്സ് ഫ്ലാഗ് ആണ്, ബ്ലൂ, വൈറ്റ്, റെഡ്. മേജർ ലാംഗ്വേജ് ഫ്രഞ്ച് തന്നെയാണ്. Popular food items, croissants, baguettes, macarons. Famous places, Eiffel Tower, the Louvre Museum, beaches of the French Riviera. Animals, French bulldog, wild boar. Celebrations, Bastille Day, Christmas, Easter. Good morning everyone. I am from France. I would like to share something about my country. The capital of France is Paris. The flag of France has 3 colors, blue, white and red. French is our major language, which is very sweet. Popular food items in France include croissants, baguettes, macarons. Some famous places to visit in France are the Eiffel Tower, the Louvre Museum and the beautiful beaches of the French Riviera. France is also home to animals like French bulldog and wild boar. People in France celebrate many festivals such as Bastille Day, Christmas and Easter. നെയിംസ് ആൻഡ് നെയിംസിലെ എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.